പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എടാ കെട്ടിയ ദീനുള്ള പെണ്ണിനെ കെട്ടാവൂ. കാരണം എന്തെന്നറിയോ? അത് അല്ലാഹു എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഭാഗ്യമല്ല. ഒരു ആണിന് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എടാ പണമല്ലടാ, എടാ കാറല്ലടാ, കൊട്ടാരം പോലെയുള്ള വീടല്ല. ഒരാണിന് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? ഒരു സ്വാലിഹത്തായ ഭാര്യ. എടാ ദീനുള്ള പെണ്ണിനെ കെട്ടിയ, കല്യാണം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ മണിയറക്കകത്ത് കടന്നു ചെന്നു. പുതിയ പളയോട് പെണ്ണ് ചോദിക്കുന്നു, ഇക്കാ ആഘോഷമൊക്കെ കഴിഞ്ഞോ? എല്ലാവരും പിരിഞ്ഞു പോയോ? അവസാനം മണിയറക്കകത്ത് കയറിയ ഭർത്താവിനോട് ഭാര്യ പറയുന്നു, ഇക്കാ ഒതുവെടുത്തിട്ട് വാ, എന്റെ ഇക്ക പോയി ഒതുവെടുത്തിട്ട് വാ. ഒതുവെടുത്തിട്ട് വന്നോ? എന്നിട്ട് ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്, എന്നെ പോലെ ഒരു നല്ല പെണ്ണിനെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയല്ലോ, നിങ്ങളെപ്പോലെ ഒരു നല്ല ഭർത്താവിനെ എനിക്ക് നൽകിയല്ലോ, അതിന് അല്ലാഹുവോട് നന്ദി രേഖപ്പെടുത്തണ്ട്. അതുകൊണ്ട് ഒതുവെടുത്തിട്ട് വാ. ഈ മണിയറക്കകത്ത് മുസല്ല വിരിച്ചിട്ട് ശുക്റിന്റെ നമസ്കാരം, നന്ദിയുടെ നമസ്കാരം, അല്ലാഹുവോട് നന്ദി കാണിക്കണ്ട്. ഒതുവെടുത്തിട്ട് വായിക്ക. അങ്ങനെ പുതിയ പെണ്ണ് പറഞ്ഞു ഭർത്താവിനെ വിട്ടു. അങ്ങനെ രണ്ടുപേരും കൂടെ ഒതുവെടുത്തിട്ട് മണിയറക്കകത്ത് മുസല്ല വിരിച്ചു. 2 റക്അത്ത് നമസ്കരിച്ചു. നമസ്കാരം കഴിഞ്ഞപ്പോ ഭാര്യ ഭർത്താവിനോട് പറയുന്നു, ഇക്കാ ഇന്ന് വരെ നമ്മൾ ഒരുപാട് പാപം ചെയ്തവരാ, ഇന്ന് മുതൽ പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഒരുപാട് തെറ്റുകൾ നിങ്ങളും ചെയ്തു, ഞാനും ചെയ്തു. അതുകൊണ്ട് ഇക്ക ഇവിടെ ഇരുന്ന് ദുആ ചെയ്യൂ, ഇക്ക തൗബ ചെയ്യൂ, ഞാൻ ആമീൻ പറയാ. അങ്ങനെ ദീനുള്ള പെണ്ണ് ഭർത്താവിനെ മണിയറക്കകത്തിരുത്തിയിട്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാ. ഭാര്യ പുറകിലിരുന്ന് ആമീൻ പറഞ്ഞു കരയുകയാ. അങ്ങനെ തൗബ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദീനുള്ള പെണ്ണ് ഭർത്താവിനോട് പറയും, മണിയറക്കകത്ത് ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യണമല്ലോ. പെണ്ണിന്റെ തലയില് ഭർത്താവ് കൈവച്ചിട്ട് ദുആ ചെയ്യണം. മുത്തുനബി പഠിപ്പിച്ചു തന്ന ദുആ ഉണ്ടല്ലോ, ഇക്ക എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യൂ. ഭർത്താവ് പറയുന്നു, എനിക്കറിയില്ല മോളെ. പുതിയ പെണ്ണ് പറയുന്നു, എനിക്കറിയാമിക്ക, എന്റെ വാപ്പയും ഉമ്മയും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇക്ക എന്റെ തലയിൽ കൈവെക്കൂ, ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാ മതി. ഭാര്യ തന്നെ ദുആ പറഞ്ഞു കൊടുക്കും. ഭർത്താവ് തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യുകയാണ്. രണ്ടുപേരും കൂടെ കിടപ്പറയിൽ കയറി. അവസാനം എല്ലാ ദിവസവും സുബഹിക്ക് എഴുന്നേറ്റ് ശീലമുള്ള പെണ്ണുണ്ടല്ലോ, രാവിലെ 4 മണി കഴിഞ്ഞപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് ഒതുവെടുത്തിട്ട് വരികയാണ്. പുതിയ ആപ്പളയെ വിളിക്കുന്നു, ഇക്കാ എഴുന്നേക്കിക്കാ, നമസ്കരിക്കണ്ടേ ഇക്കാ, സുബഹി ബാങ്ക് വിളിക്കാ സമയമായിക്കാ. ഭർത്താവ് പറയുന്നു, പെണ്ണേ ഇന്നലെ കല്യാണമായിരുന്നല്ലോ, ശരീരമൊക്കെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു മോളെ, ഞാനൊന്ന് കിടന്നുറങ്ങട്ട്. പുതിയ പെണ്ണ് പറയുന്നു, ഇല്ലയിക്കാ, ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. എന്റെ ഭർത്താവ് നിസ്കരിക്കുന്നവനാകണം. മണിയറക്കകത്ത് കിടക്കുന്ന ഭർത്താവിന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ട് വിളിച്ചുണർത്തുകയാ. കൊണ്ടുപോയി കുളിപ്പിച്ചു. അവസാനം മണിയറക്കകത്ത് മുസല്ല വിരിച്ചു. തഹജ്ജുദ് നിസ്കരിച്ചു. രണ്ടുപേരും നിസ്കാരപ്പായിലിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോ അസ്സലാത്തു ഖൈറും മിനൻ നവൂം. അള്ളാന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചപ്പോ ഭാര്യ പറയുന്നു, ഇക്കാ ഭാര്യക്കും ഭർത്താവിനും ജമാഅത്തായി നമസ്കരിക്കാമല്ലോ, ഇക്ക ഇമാമത്ത് നിൽക്ക്, ഇമാമത്ത് നിൽക്ക്, ദീനുള്ള പെണ്ണ.